ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് എ, എ, ഐ എന്നീ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളെയാണ്. ക്ലാസ്സിലേക്ക് പോകാം. എ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നത്തെ നാം ഒറ്റപ്പുള്ളി എന്ന് വിളിക്കുന്നു. എ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നത്തെ നാം ഇരട്ടപ്പുള്ളി എന്ന് വിളിക്കുന്നു. ഐ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നത്തെ രണ്ട് ഒറ്റപ്പുള്ളി എന്ന് നാം വിളിക്കുന്നു. ഈ വാക്കുകൾ നോക്കൂ. ചെടി, ചേച്ചി, മൈന. ഇവിടെ ഒറ്റപ്പുള്ളി ചായൻ്റെ മുന്നിലാണ് ഇട്ടിരിക്കുന്നത്. ഇരട്ടപ്പുള്ളിയും ഈ അക്ഷരത്തിൻ്റെ മുന്നിലാണ് ഇട്ടിരിക്കുന്നത്. ഈ രണ്ട് ഒറ്റപ്പുള്ളിയും ഈ അക്ഷരത്തിൻ്റെ മുന്നിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ചിഹ്നങ്ങളൊക്കെ അക്ഷരത്തിൻ്റെ മുന്നിലാണ്. നമ്മൾ ഇതുവരെ പഠിച്ച ചിഹ്നങ്ങളൊക്കെ അക്ഷരത്തിൻ്റെ പിന്നിലായിരുന്നു. ദീർഘവും വള്ളിയും കെട്ടുവള്ളിയും ഒറ്റക്കുനുപ്പും ഇരട്ടക്കുനുപ്പും അക്ഷരത്തിൻ്റെ പിന്നിലായിരുന്നു. ഈ മൂന്ന് ചിഹ്നങ്ങളും ഇന്ന് നിങ്ങൾ പഠിച്ച ഈ മൂന്ന് ചിഹ്നങ്ങളും ഈ അക്ഷരത്തിൻ്റെ മുന്നിലാണ് കിടക്കുന്നത്. ചെടി, ഇവിടെ എ ശബ്ദത്തിന് ഒറ്റപ്പുള്ളി ഉപയോഗിച്ചിരിക്കുന്നു. ചേച്ചി, ഏ ശബ്ദത്തിന് നമ്മൾ ഇരട്ടപ്പുള്ളി ഉപയോഗിച്ചിരിക്കുന്നു. മൈന, ഐ എന്ന ശബ്ദത്തിന് എന്ന സ്വരാക്ഷരത്തിന് പകരം നമ്മൾ രണ്ട് ഒറ്റപ്പുള്ളി ഉപയോഗിച്ചിരിക്കുന്നു. ഇനി നമുക്കിത് ഒറ്റപ്പുള്ളിയും ഇരട്ടപ്പുള്ളിയും രണ്ട് ഒറ്റപ്പുള്ളിയും എങ്ങനെ കോപ്പിയിൽ എഴുതാമെന്ന് നോക്കാം. സ എന്ന അക്ഷരത്തിൻ്റെ കൂടെ നമുക്ക് ഒറ്റപ്പുള്ളി ചേർക്കാം. ഇപ്പം നമ്മൾ വായിക്കുന്നത് സെ. പ്രത്യേകം ശ്രദ്ധിക്കുക, അക്ഷരത്തിൻ്റെ മുന്നിലാണ് ഈ ഒരു ചിഹ്നം ഉപയോഗിക്കുന്നത്. ഇനി ഇരട്ടപ്പുള്ളി നോക്കൂ. ഇങ്ങനെയാണ് ഇരട്ടപ്പുള്ളി എഴുതേണ്ടത്. രണ്ട് മുറുക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ സ രണ്ട് വരെയും മുട്ടിച്ചെഴുതണേ. സേ, സെ, സേ. ഇനി രണ്ടൊറ്റപ്പുള്ളി ചേർത്തിട്ട് നമുക്ക് സായിൻ്റെ കൂടെ എഴുതിയാൽ സായി. അപ്പം നിങ്ങൾ കോപ്പിയിൽ നിങ്ങളുടെ 5ാമത്തെ പേജിൽ എഴുതേണ്ടത് സെ, സേ, സൈ എന്നാണ്. ഒന്നും കൂടി ഞാൻ ചിഹ്നങ്ങളെ പരിചയപ്പെടുത്തട്ടെ. ഒറ്റപ്പുള്ളി എഴുതുന്നത് ഇതാ ഇങ്ങനെയാണ്, രണ്ട് വരിയും മുട്ടണേ. ഇരട്ടപ്പുള്ളി എഴുതുന്നത് ഇങ്ങനെയാണ്. പതുക്കെ എഴുതിയാൽ മതി. രണ്ടൊറ്റപ്പുള്ളി എഴുതുന്നത് ഇങ്ങനെയാണ്. ഇപ്പം എഴുതി പഠിക്കണേ. എങ്ങനെ എഴുതി പഠിക്കും? സെ, സേ, സൈ. കൂടാതെ അവരുടെ പേര് പ്രത്യേകം എഴുതി പഠിക്കണം. ഒറ്റപ്പുള്ളി, ഇരട്ടപ്പുള്ളി, രണ്ടൊറ്റപ്പുള്ളി. ഈ രണ്ടൊറ്റപ്പുള്ളി ഐ എന്ന സ്വരാക്ഷരത്തിന് പകരമായിട്ടാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കണേ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഐൻ്റെ കൂടെ നമ്മൾ എഴുതുമ്പോൾ ഒരു ഒറ്റപ്പുള്ളിയെ ചേർക്കാവൂ. നമ്മൾ ഐ എന്ന അക്ഷരം എഴുതുമ്പോൾ ഇത് നമുക്ക് കോപ്പിയിൽ വൃത്തിയായിട്ട് പിന്നെ പഠിക്കാം. ഒരു ഒറ്റപ്പുള്ളി മാത്രമേ ചേർക്കാൻ പാടൂ. അക്ഷരങ്ങളുടെ കൂടെ എഴുതുമ്പോൾ രണ്ടെണ്ണം എഴുതിയാൽ ഐ എന്ന സൗണ്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.